LDF സ്ഥാനാർത്ഥി ഇൻസ്റ്റാഗ്രാമിലാണ് എന്നൊക്കെ സന്ദീപ് വാര്യരെ പോലെയുള്ള ആളുകൾ പറഞ്ഞാൽ അതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. ആദ്യത്തിൽ എല്ലാ കാര്യങ്ങളും ഒരു പഠനം കൂടിയാണ് ശ്രീ സന്ദീപ് വാര്യർ. താങ്കളൊന്ന് പഠിക്കൂ. സജീഷ്, ഇവിടെ എന്തൊക്കെയാണെങ്കിലും ഈ വിവാദങ്ങളൊക്കെ നിൽക്കുന്ന സമയത്തും കൃത്യമായൊരു രാഷ്ട്രീയ പോരാട്ടത്തിനാണ് കളമൊരുങ്ങുന്നത് എന്നുള്ളതായിരുന്നു CPM-ന്റെ തുറന്ന പ്രഖ്യാപനം. M. സ്വരാജിനെ അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമ്പോൾ ഞങ്ങൾ ഒരു രാഷ്ട്രീയ പോരിന് തയ്യാറാണ്, PV അൻവർ എന്ന് പറയുന്നത് അപ്രസക്തനാണ്, ഞങ്ങൾക്കൊരു വിഷയമേ അല്ല എന്നുള്ളതായിരുന്നു CPM-ന്റെ തുറന്ന പ്രഖ്യാപനം എന്ന് പറയുന്നത്. പക്ഷെ കഴിഞ്ഞ ഈ ഒരൊറ്റ ആദ്യം വന്നിറങ്ങുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കയ്യാങ്കളി, അതിനുശേഷം ഇപ്പോൾ ഇങ്ങനെ നടക്കുന്ന വെല്ലുവിളികളും അതിനുശേഷമുള്ള വിമർശനങ്ങളുമൊക്കെ, ഇതൊരു പാലക്കാട് തെരഞ്ഞെടുപ്പ് ഏറെക്കുറെ ഇങ്ങനെ തന്നെയാണ്. ഒരു ആരോഗ്യകരമായ പൊളിറ്റിക്സ് എന്നൊന്നില്ലേ? മാധു, ഞങ്ങൾ സന്തുഷ്ടരാണ്. ഇപ്പോൾ നിലമ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ സന്തുഷ്ടരാണ്. ഞങ്ങൾ ശരിയായ രാഷ്ട്രീയം പറഞ്ഞ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളോടൊപ്പം നിൽക്കുന്ന സാഹചര്യത്തെ കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ വിശദീകരിച്ച് മുന്നോട്ട് പോകാനുള്ള എല്ലാ നിലപാടുകളും സ്വീകരിച്ചാണ് പോകുന്നത്. ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി സൂചിപ്പിച്ച കാര്യം ഞങ്ങൾക്കെന്തോ പ്രയാസമുണ്ട് എന്ന്. ഒന്ന്, ചൂണ്ടുന്ന വിരലൊക്കെ സ്വയം ഒന്ന് നോക്കിയാൽ അതിൻ്റെ വസ്തുത മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ അപ്പുറത്തെ സ്ഥാനാർത്ഥി നേരിടുന്ന പ്രശ്നം എന്താണ്? അപ്പുറത്തെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒന്ന്, അവിടെ VS ജോയി ആയിരിക്കണം സ്ഥാനാർത്ഥി എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും പ്രവർത്തകരുണ്ട്. അത് VS ജോയി തന്നെ വിശദീകരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖഭാവത്തിൽ നിന്ന് പോലും സമൂഹം ഒപ്പിയെടുത്ത കാര്യമാണ്. മറ്റൊന്ന്, VV പ്രകാശ് ഉൾപ്പെടെയുള്ള ആളുകളുടെ കുടുംബങ്ങൾ, VV പ്രകാശിൻ്റെ കുടുംബം ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തെ തോൽപ്പിച്ച ഇപ്പോഴത്തെ UDF സ്ഥാനാർത്ഥിയോടുള്ള പ്രതികാരം അവരുടെ ഭാഷയിലും അവരുടെ ഇടപെടലുമെല്ലാം ഇനി തുടർന്ന് കൂടുതൽ ഒരുപക്ഷെ കാണാൻ വേണ്ടി കഴിഞ്ഞേക്കാവുന്ന സാഹചര്യം ഉണ്ടാകും. നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ലീഗിൻ്റെ നേതാക്കന്മാരുൾപ്പെടെ അവർ അസംതൃപ്തരാണ്. ആ അസംതൃപ്തിയാണ് അവരെ സ്വരാജിനെ കാണുമ്പോഴുള്ള സന്തോഷം, സ്വരാജിനെക്കുറിച്ച് വിവരിക്കുമ്പോഴുള്ള അവരുടെ അതിരുകഴിഞ്ഞ ആവേശം. അത് ശ്രീ അബ്ദുൾ വഹാബിൻ്റെതായാലും അതുപോലെ തന്നെ ഷാഫി ചാലിയത്തിൻ്റെതായാലും എല്ലാം നമുക്ക് ദൃശ്യമാക്കി തരുന്ന അതാണ്. അത് അവരുടെ അണികളുടെ ഇടയിലുണ്ട്, നേതൃത്വത്തിൻ്റെ ഇടയിലുണ്ട്. കാരണം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇത്രമേൽ ക്രൂരമായി തന്നെ വിമർശിച്ച വ്യക്തിത്വമാണല്ലോ ആര്യടൻ ഷൗക്കത്ത് ഇപ്പോൾ സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കുന്നത്. അതിൽ ലീഗിന് വലിയ അസംതൃപ്തിയുണ്ട്, ലീഗിൻ്റെ അണികൾക്ക് അസംതൃപ്തിയുണ്ട്. അതെല്ലാമാണ് അവരുടെ സന്തോഷത്തിൽ പ്രകടമാകുന്നത്. മറ്റൊരു വസ്തു കാണേണ്ടത് എന്താണ്? ഇപ്പോൾ നമ്മൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നതിന് തൊട്ട് മുമ്പ് BJPയുടെ സ്ഥാനാർത്ഥിക്ക് BJP സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ അംഗത്വം നൽകി സ്വീകരിച്ചിരിക്കുകയാണ്. BJPയുടെ ഔദ്യോഗിക താമര ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് തൊട്ടു മുമ്പേ, നമ്മൾ ഈ ചർച്ച നടക്കുന്ന ഈ വേളയ്ക്ക് തൊട്ടു മുമ്പേ അവിടെ BJPയിലേക്ക് അംഗത്വം നൽകി സ്വീകരിച്ചിരിക്കുന്നത്. എവിടുന്നാണ് അംഗത്വം നൽകി സ്വീകരിച്ചത്? ഈ പറഞ്ഞ സന്ദീപ് വാര്യർ പറഞ്ഞ സന്തുഷ്ടമായ മുന്നോട്ട് പോകുന്ന UDF-ൻ്റെ കുടുംബത്തിൽ നിന്ന്, UDF-ൻ്റെ നേതാവാണ് BJPയുടെ സ്ഥാനാർത്ഥിയായി ഡെപ്യൂട്ടേഷനിൽ ഇപ്പോൾ മത്സരിക്കുന്നത്. കേരള കോൺഗ്രസിൻ്റെ ജോസഫ് ഗ്രൂപ്പിന്റെ നേതാവാണ് അപ്പുറത്തേക്ക് വിട്ടുകൊടുത്ത് BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അതൊക്കെ സ്വാഭാവികമല്ലേ ശ്രീ SK സജീഷ്? അത് നമ്മൾ എല്ലാ തെരഞ്ഞെടുപ്പിലും കാണാറുള്ളതല്ലേ? അപ്പുറത്തും ഇപ്പുറത്തും കൂടുമാറ്റങ്ങളൊക്കെ പാലക്കാട് തെരഞ്ഞെടുപ്പിലും കണ്ടില്ലേ? അല്ല അതെ, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് ഇവിടെ ആദ്യം പ്രഖ്യാപിച്ചതുകൊണ്ട് എന്തോ നേട്ടമുണ്ടായി എന്ന് പറയാനാണ് ഇവർ ശ്രമിക്കുന്നതെങ്കിൽ, ആദ്യം പ്രഖ്യാപിച്ചില്ലായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. സാമാന്യനെ ചിന്തിക്കുന്ന ആളുകൾക്കറിയാം ഇപ്പോഴാണ് UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് പറയാൻ വേണ്ടി പറ്റുമോ? കാരണം ഈ പറഞ്ഞ എല്ലാ പ്രതിസന്ധികളുടെയും അടിപിടികളുടെയും നടുവിലേക്ക്, ഒരു വറചട്ടിയിലേക്ക് വരുന്നത് പോലെയായിരിക്കും UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ടി വരിക. മാത്രവുമല്ല, ഒന്നിലധികം UDF സ്ഥാനാർത്ഥികൾ തന്നെ പ്രഖ്യാപിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. ആ സാഹചര്യത്തെ ഒഴിവാക്കാൻ വേണ്ടി ഒരാളെ പ്രഖ്യാപിച്ച് തൽക്കാലം തടിയൂരുക എന്നുള്ള നിലപാടാണ് ആ കാര്യത്തിൽ സ്വീകരിച്ചത്. LDF സ്ഥാനാർത്ഥി ഇൻസ്റ്റാഗ്രാമിലാണ് എന്നൊക്കെ സന്ദീപ് വാര്യരെ പോലെയുള്ള ആളുകൾ പറഞ്ഞാൽ അതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. അതെല്ലാം ജനങ്ങൾക്ക് നിലപാടിലൂടെ കൂടെ നിന്ന് എന്താണ് അവിടെ ലഭിക്കുന്ന സ്വീകാര്യത എന്നെല്ലാം സ്വയം ബോധ്യപ്പെടുക. രാഷ്ട്രീയത്തിൽ എല്ലാ കാര്യങ്ങളും ഒരു പഠനം കൂടിയാണ് ശ്രീ സന്ദീപ് വാര്യർ. താങ്കളൊന്ന് പഠിക്കൂ. നിലമ്പൂരിൽ സഖാവ് സ്വരാജ് സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ ആ സമൂഹം എങ്ങനെയാണ് സ്വീകരിച്ചതെന്ന് നമുക്കൊക്കെ രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് വേണമെങ്കിൽ പഠിക്കാം. അത് താങ്കൾക്ക് ഗുണം ചെയ്യും. അങ്ങനെ പഠിച്ചാൽ ഇപ്പോൾ കോൺഗ്രസിനകത്ത് താങ്കളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരിടുന്ന ആ പ്രതിസന്ധി ഉണ്ടല്ലോ, ഈ കോൺഗ്രസിനകത്തുള്ള ഈ ചക്കളത്തി പോരാട്ടത്തിൽ താങ്കൾ ഇവിടെ നിൽക്കണമെന്നുള്ള ആ പ്രതിസന്ധിക്ക് ഒരു മറുപടി കൂടി കിട്ടുന്ന സാഹചര്യം അതിലൂടെ ഉണ്ടാവും.